ആർക്കും വേണ്ടിയാ? കേൾക്കണോ? എന്റെ സുഹൃത്ത് മരിച്ചു. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, രക്താർബുദം, ബ്ലഡ് ക്യാൻസർ പിടിച്ച് മരിച്ചു. അവൻ വീടുണ്ടാക്കുമ്പോഴേ പൈസ തികയില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞ് ഇന്റെ ഒരു 50,000 ജയിക്കെടുത്തോ, കുട്ടിയൊക്കെ പെരണ്ടാക്കണല്ലേ. അവനത് വാങ്ങിയപ്പോ ഉമ്മ പറഞ്ഞു, സ്ഥലം എന്റെ പേരിക്കും കൂടി ഇത് മാറ്റണം, എന്റെ പേരിൽ മാത്രമല്ലേ എടുക്കണേ. ഉമ്മയല്ലേ, മാറ്റിക്കൊടുത്തു. സഹോദരങ്ങളെ, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്റെ കുട്ടികള് അനാഥരാകാൻ, ഞാൻ മരിക്കുന്ന ഉറപ്പാ, എന്റെ ഭാര്യ വിധവയാകാൻ പോവാണ്, എന്റെ ജീവിതത്തിലെ ഗൾഫിന്റെ വിയർപ്പാണ് ആ വീട്, നിങ്ങളത് എന്റെ പേരിക്ക് മാറ്റണം. അവൻ വാശി പിടിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുന്നേ സമ്മതിച്ചില്ലമ്മ. സഹോദര, ആർക്കാണ് ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്കു വേണ്ടിയാണ് ഹറാമിന്റെ വീടുണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് ഹറാമിന്റെ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത്? മരിക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ കിടന്നെങ്കിലും നമുക്ക് മരിക്കാം. പക്ഷേ പലിശയുടെ ഇടപാടുമായി കബറിലേക്ക് ഇറങ്ങിയാൽ, സക്കാത്തിന്റെ വിനിമയത്തിന്റെ കടവുമായി കബറിലേക്ക് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും ഏറ്റെടുക്കാൻ ആരാണുള്ളതെന്ന് ചിന്തിച്ചോ. ദവിൽ മീറാതു യക്തസിമൂന മാലി വലാ യദുറൂന അൻജഹദൂദു യുനി. നമ്മൾ മരിച്ചാലേ ഒക്കെ ആൾക്കാർ ഓഹരി വെച്ചെടുക്കും, നമുക്കൊന്നും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഹറാമ് കലരാതെ ഞാൻ എന്താണ് കാല് നീട്ടി കിടന്നാണ് മരിച്ചാൽ, റബ്ബേ ഹറാമൊന്നും എന്റെ ദേഹത്തില്ല, നിനക്കിഷ്ടമില്ലാത്തൊരു പണമല്ല, അത്ര സുഖല്ല ജീവിതം ദുനിയാവിലില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്വത്തിലെവിടെയും മാലിന്യങ്ങളില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം, മനസ്സ് ഫ്രീ ആയി ജീവിക്കാം. ഒന്നും കൂടെ ഞാൻ പറയാം, സഹോദരങ്ങളെ, നിഷ്ക്രിയരായിട്ടിരിക്കരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? എനിക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനിച്ച ദിവസം. എനിക്കൊരു മരണത്തീയതിയുണ്ട്, അള്ളാഹുവിന് മാത്രം അറിയുന്ന. ജനിച്ച ദിവസത്തിന്റെയും മരിക്കുന്ന ദിവസത്തിന്റെയും ഇടക്കുള്ള കാലഘട്ടമാണ് ഞാൻ, അല്ലേ? അതല്ലേ ഞാൻ? ആ കാലം, അതാണ് ഞാൻ. ആ കാലത്തിൽ ഞാനൊരു തിന്മ ചെയ്താൽ അതിനൊരു സമയമുണ്ട്. ഒരു ഫോട്ടോ എടുത്താൽ മൊബൈലിൽ ഉണ്ടാവും അതിന്റെ സമയം, സെക്കൻഡ് അടക്കം ഉണ്ടാവില്ലേ? ഒരു ഫോൺ വന്നാൽ ഉണ്ടാവില്ലേ, ഒരു സമയം ഉണ്ടാവില്ലേ കൃത്യമായിട്ട്? സഹോദരങ്ങളെ, എല്ലാ തെറ്റുകൾക്കും സമയമുണ്ട്, എല്ലാ നന്മകൾക്കും സമയമുണ്ട്. തെറ്റുകളും നന്മകളുമായി നമ്മുടെ സമയം തീരുകയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു നിമിഷവും പാഴാക്കി കളയരുതേ. അതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. സഹോദരങ്ങൾ, ഇതൊരു കൂട്ടായ്മയാണ്. ഇവിടെല്ലോലും ഉണ്ടാകാം, പുറത്തുലോലൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിക്കുന്നതിന് മുമ്പ് ദുനിയാവുന്ന എന്തെങ്കിലും കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ആൾക്കാർ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്താന്ന് ചോദിച്ചാൽ ദഅവത്ത് തന്നെയാണ് സഹോദരങ്ങളെ. അതിനേക്കാളും നല്ലതൊന്ന് നമുക്ക് ചെയ്യാനില്ല, പ്രബോധനം. അപ്പൊ അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും, എങ്ങനെയെന്ന് ചോദിക്കും. ഞാൻ സത്യം പറയട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ 2 മാസം മുമ്പ് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ഫോണിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. എത്രയോ ഫോണുകളും വിളികളും വന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മാറ്റിവെച്ച ആ ദിവസമാണ് ഞാൻ ഇവിടുക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രാധാന്യം പരിഗണിച്ച് പോകുന്ന മാത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മതാണ്. എങ്ങനെ ചെയ്യാന്നാണ്? ബാംഗ്ലൂരില് മെഡിക്കൽ കോളേജിലൊരു വിദ്യാർത്ഥി, 3ാമത്തെ കൊല്ലാണ് MBBS, ചെവിയിൽ ഇയർഫോൺ വെച്ച് കാണുന്നതൊക്കെ വായിലിട്ട് ചവച്ച് വാപ്പ തന്ന പൈസയിട്ട് ജീവിതം അനുഭവിക്കാൻ. അപ്പൊ കൂടുള്ളൊരു സഹപാഠിക്കൊരു ചെറിയ സഹതാപം. അവനെന്തിച്ചാൽ 1 മണിക്കൂർ പ്രസംഗം, അവന്റെ ഫോണിലുണ്ടായിരുന്നൊരു പ്രസംഗം ബ്ലൂടൂത്ത് വഴി അവന് കൈമാറി കൊടുത്തു. ഏതോ ഒരു നല്ല സമയത്ത് ആ പ്രസംഗം വെച്ച് കേട്ടു. 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം കേട്ട് പൂതിരഞ്ഞു അത് മാറിയിട്ട് ഞാൻ അവനെ പരിചയപ്പെട്ടു. അപ്പൊ അവനോട് പറഞ്ഞ 1ാമത്തെ വാക്കെന്താ അറിയൂ? രക്ഷിതാക്കളെ കേട്ടോളി, ഇന്റെ വാപ്പയാണ് എന്നെ കേടരുത് പറഞ്ഞ. 28 ലക്ഷമാണ് അയാൾ കൊടുത്തത് ബാംഗ്ലൂർ സീറ്റ് വാങ്ങാൻ. 28 ലക്ഷം രൂപ. +2 വരെ ഞാനൊരു നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. വാപ്പാക്ക് ഞാൻ ഡോക്ടറായാൽ മതി, ബാക്കി എന്താവണമെന്ന് വാപ്പാക്ക് പ്രശ്നമല്ല. സഹോദരങ്ങൾ, 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ഒരു ആനന്റെ കാലുമ തളച്ചാൽ നിൽക്കാത്ത കരുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ മാറ്റാൻ പറ്റുമെങ്കിൽ സഹോദരങ്ങൾ, ഈ സീഡിന്റെയും പ്രസംഗത്തിന്റെ ഒക്കെ വില എത്രേ?
ഇതൊരാളെ കൈക്ക് ഒന്ന് കൊണ്ടേ കൊടുക്കാൻ ഒരു ഞായറാഴ്ച 10 മിനിറ്റ് പോലെ. സഹോദരങ്ങളെ, ഏറ്റെടുത്തോളി. ആ മാറിയ വ്യക്തികളൊക്കെ പരലോകത്ത് നമുക്ക് കൂമ്പാരങ്ങൾ തരും. കൂമ്പാരങ്ങൾ. അതിനേക്കാളും നല്ലതൊന്നും നമുക്ക് ചെയ്യല്ല. നിങ്ങളെ വീട്ടിലെ 10 ആളെ വെച്ചൊരു ക്ലാസ് എടുത്താൻ പറ്റും, നാളെ തീരുമാനിച്ചൂടെ? അത് ഇതൊരു വിപ്ലവമാണ്. സ്വാർത്ഥതയോടെ മുന്നേറേണ്ട കാര്യം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ ആളാരാ? അള്ളാഹുലേക്ക് ക്ഷണിക്കും. അള്ളാഹുലേക്ക് ഒരാൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ നമ്മളെ കണ്ടാ പറ്റൂ. നമ്മളങ്ങനെ കണ്ട ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുമെങ്കിൽ നമുക്കൊരു കൂലി ഉണ്ടാവും. നമ്മുടെ ഒരു വാക്ക്, ഒരു പെരുമാറ്റം, ഒരു പ്രതിഫലം ഉണ്ടാവും. സഹോദരങ്ങളെ, ദീർഘിപ്പിക്കുന്നതിൽ അസ്ര നിസ്കരിക്കാതെ നമ്മൾ നിൽക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാക്കിക്കോളി. ആരാധനകൾ പഠിച്ച് പ്രവർത്തിച്ചോളി. എന്തേലും നിസ്കാരം നിസ്കരിക്കണ്ട, ശരിക്കുള്ള നിസ്കാരം നിസ്കരിച്ചോളി, പഠിച്ചോളി. തികഞ്ഞവരായി നിൽക്കണ്ട. പരലോകത്ത് നമ്മക്ക് രക്ഷ കിട്ടാനുള്ള ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെ കൊണ്ട് നല്ലതാണോ വിചാരിച്ചത് എന്ന് അറിയാനുള്ള ലക്ഷണം നോക്കാൻ റസൂലുള്ള പറഞ്ഞ എന്താണെങ്കിൽ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹ് ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവൻ അവഗാഹം നൽകുന്നതാണ്. ദീന് പഠിക്കാൻ ഒരു താല്പര്യം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളി. ഒരു CD കേൾക്കാനുള്ള താല്പര്യം, ഒരു പ്രസംഗം കയറിന പോകാനുള്ള താല്പര്യം, ജുമാന്റെ ഖുത്ബ കേൾക്കാൻ ജുമാ തുടങ്ങേണ്ട 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്തണം എന്നുള്ളൊരു താല്പര്യം, ഒരു വിചിന്തനം വന്നാൽ വായിക്കാനുള്ള താല്പര്യം, ഒരു പുതിയ CD കിട്ടിയാൽ അതും പിടിച്ച് വീട്ടിൽ കോടാനുള്ള ഒരാവേശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളി. സഹോദരങ്ങളെ, വന്ന സദസ്സിനും കൂടി ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം ബേജാറായിക്കൂടി. അവനാനെ കുറിച്ചിട്ട് നല്ലോണം ബേജാറായിക്കൂടി. നമുക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളുക സഹോദരങ്ങളെ. ഈ ഒത്തുചേരൽ നമുക്കതിനു സാധ്യമാകണം. ജീവിതത്തിന്റെ എല്ലാ ചർച്ചകളും അവസാനിക്കുന്ന, എല്ലാം നിർത്തിവെക്കുന്ന ഒരു വാർത്ത, അതാണ് മരണ വാർത്ത. എന്റെ ജീവിതത്തിന്റെ എല്ലാ പദ്ധതികൾക്കും തിരശ്ശീല വീഴുന്ന അനുഭവങ്ങളെ ഛേദിച്ചു കളയുന്ന മരണം, മാറി നിൽക്കാൻ പറ്റാത്ത മരണം, സ്ഥലം പറയാൻ പറ്റാത്ത മരണം, വരുന്നുണ്ടോ എന്നറിയാൻ പറ്റാത്ത മരണം. ആ മരണത്തിന് മുമ്പ് നല്ലൊരു വിശ്വാസവുമായി, നല്ലൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് ഈ സംഗമം. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പുതിയതുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതാണ് പ്രതിഫലം. അത് ഉൾക്കൊണ്ട് ഒരു പുതുമയോടുകൂടെ, ഉണങ്ങി നിൽക്കുന്ന ചെടിക്ക് വെള്ളം കിട്ടിയ ഒരു പുതിയ ഉണർവോടുകൂടെ, ഇലകൾ ഒന്നുകൂടെ വിരിഞ്ഞ് ഒന്നാവേശത്തോടെ ഉണർന്ന് നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും ഒരു 3 റക്അത്ത് വിത്തരെങ്കിലും നിസ്കരിക്കാനും, സഹോദരിമാരെ വസ്ത്രം ഒന്ന് അയച്ചിടാനും, കൈയൊന്ന് മുഴുവനാകാനും, മാറിലേക്ക് മഫ്തകളൊന്ന് ഇറങ്ങി നിൽക്കാനും ഒക്കെ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, അതേ പരലോകത്ത് നമുക്കുണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം ആളുകൾ കൂടുന്ന കഴിഞ്ഞ സദസ്സുകളിലൊക്കെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിവിടെ പറയുകയാണ്. അതിവിടുത്തെ അവസ്ഥയെ ഒരിക്കലും ബാധിക്കില്ലെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, കൂട്ടായ സംരംഭങ്ങളാണ് നമ്മുടെ നാടിന്റെ ദീനിയായ വളർച്ചയുടെ എല്ലാം പ്രാധാന്യം. എവിടെ ഒരു പള്ളിയുണ്ടോ, ഒരു മതസ്ഥാപനമുണ്ടോ, അതിന് പിന്നിൽ 1000 ആളുകളുടെ അധ്വാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ട് ഏറ്റെടുത്തൊരു കാര്യത്തെക്കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു സ്ഥലമാണ് തുവ്വൂർ. ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. വളരെ കാലങ്ങളായി നമ്മുടെ പ്രവർത്തകന്മാരും കുടുംബങ്ങളും ഉണ്ട്. ടൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് 10 സെന്റ് സ്ഥലം കിട്ടിയപ്പോൾ, പാവപ്പെട്ടവരായ നാട്ടാൾക്കാർ ബന്ധപ്പെട്ടപ്പോൾ ഞാനൊരു ധൈര്യം കൊടുത്തു. പക്ഷെ റെയിൽ സ്റ്റേഷന്റെ സമയമായപ്പോഴും പൈസ ഒന്നും പിരിഞ്ഞു കിട്ടിയില്ല. അപ്പോൾ 10.5 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി കൊടുത്തു. 10.5 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി കൊടുക്കുക പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ അതിന് ഞാൻ 1.5 മാസം തിരിച്ചു കൊടുക്കണം, പിരിച്ചെന്നെ കൊടുക്കണം. അപ്പൊ ഞാൻ പോണ എല്ലാ പരിപാടിയിലും ഞാൻ ഈ വിഷയം പറയാറുണ്ട്. 600 ഷെയറുകൾ 3000 രൂപയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്. സഹോദരങ്ങളെ, ഞാനും അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെന്റായി വിചാരിച്ചാൽ ഒരു 10 ആള്, അത്രയും 10 ലീഫുകളുള്ള ഒരു റെസിപ്റ്റ് ബുക്ക് കയ്യിലുണ്ട്. ഒരു ഷെയർ 3000 രൂപയാണ്. വേണമെങ്കിൽ സ്വന്തം ആലോചിച്ച് തനിക്ക് പ്രയോജനപ്പെടുമെന്ന് 100% വിശ്വാസമുണ്ടെങ്കിൽ 10 രൂപ തന്നാലും സ്വീകരിക്കും. ലക്ഷങ്ങൾ തന്നാലും സ്വീകരിക്കാൻ വിഷമം. ഒരു ടെൻഷനാണ് മനസ്സിൽ.